എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-3.5 മാസമായി. ചെറിയ ചാനലാണ്, ഇപ്പോൾ ജസ്റ്റ് 3 മാസമായിട്ടുള്ളൂ. കുറച്ച് പേർക്ക് കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. അപ്പം സ്ക്രീനിൽ കാണുന്നതാണ് എൻ്റെ ചാനൽ. അതിനകത്ത് ഇപ്പോൾ കണ്ടില്ലേ 757 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ചെറിയ ചെറിയ വീഡിയോസ് 101 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. ഒരു ദിവസം 5-10 അങ്ങനെയൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ നോക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ചാനലിൽ പ്ലേലിസ്റ്റുകളുണ്ട്. ഇപ്പം 3 പ്ലേലിസ്റ്റാണുള്ളത്. അതിൽ ഞാൻ നോർമൽ ഇൻട്രാഡേയിൽ ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പിന്നെ CPR വെച്ചിട്ടുള്ള ഷോർട്ട് സെല്ലാണ്. അതിൻ്റെ വീഡിയോ അതിൻ്റെ ഈ മൈ CPR സ്ട്രാറ്റജി ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ അതിൽ കാണാം. ഇതാണ് ആ മെയിൻ. പിന്നെ നമുക്ക് ഇതിനകത്ത് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ മെയിനായിട്ടുള്ള നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ പറ്റും. അതുപോലെ പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രാറ്റജി, ഇത് നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു സ്ട്രാറ്റജിയാണ്. അത് ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിയെ പറ്റിയുള്ളതാണ്. അതിന് ശേഷം നമ്മൾ ഈ പ്ലേലിസ്റ്റിൽ വന്നാൽ ഇവിടെ ഷോർട്ട് ടൈം ഐഡിയാസ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഷോർട്ട് ടൈം ഐഡിയാസ് എന്ന് പറയുന്നത് ഇതിൽ വന്നിട്ട് ഇത് കണ്ടില്ലേ, എന്താണ് പറയുന്നത്, വീഡിയോസ് ഞാൻ എത്ര 1-2 ഏകദേശം 6 വീഡിയോ ഞാൻ തോന്നിട്ടേക്കുന്നത്. 6 വീഡിയോയിൽ ഞാൻ ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് ഒരു മാക്സിമം 2 മാസം, ഈ 2 മാസത്തിനുള്ളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള ഷെയറുകളാണ് എടുത്തിടാറുള്ളത്. അതിൽ ഓൾമോസ്റ്റ് ഷെയറുകളെല്ലാം ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് ഒരു 5-10% പ്രോഫിറ്റ് തരാറുണ്ട്. ചില ഷെയറുകൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. എന്തായാലും നല്ല ക്വാളിറ്റി കമ്പനീസ് മാത്രമേ അതിനകത്ത് കൊടുക്കാറുള്ളൂ. ലോങ് ടൈമിൽ വെച്ചാലും നല്ല ചാൻസ് കിട്ടുന്ന ഷെയറുകളാണ് തരുന്നത്. പക്ഷേങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും. അതിനകത്ത് ഞാൻ പറയുന്ന പ്രത്യേക റേഞ്ചുകളുണ്ട്. ആ റേഞ്ചിൽ വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക. റേഞ്ചിന് മുകളിൽ ട്രേഡ് എടുക്കുമ്പം ആ സമയത്ത് എടുക്കരുത്. ചിലപ്പോൾ പിറ്റേ ദിവസം നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം ചിലപ്പോൾ ഓപ്പണിങ്ങിലൊക്കെ റേഞ്ച് കിട്ടിയാൽ എടുക്കുക. അതല്ലെങ്കിൽ മുകളിൽ പോവുകയാണെങ്കിൽ എടുക്കരുത്. പിന്നെ നമ്മുടെ റേഞ്ച് വരുന്ന സമയത്ത് മാത്രമേ ട്രേഡ് എടുക്കാവൂ. അപ്പോൾ അതിനകത്ത് ഈ ഷോർട്ട് ടൈം കോഴ്സ് അത് മാസത്തിൽ 2-3 ചിലപ്പോൾ 4-5 വീഡിയോ മാക്സിമം കാണാം. അതിൽ കൂടുതൽ വരില്ല. നമുക്ക് നമ്മുടെ ആ ഒരു കാൽക്കുലേഷനൊത്ത് ഷെയർ കിട്ടണമല്ലോ. അതുകൊണ്ട് അധികം വീഡിയോസ് അത് ചെയ്യാറില്ല. അതിനുശേഷം അടുത്ത ഒരെണ്ണമാണ് ഡെയിലി ഷെയർ ട്രേഡിംഗ് ഐഡിയാസ് എന്ന്. ഇതിനകത്ത് നമ്മൾ ഫുള്ള് നമ്മൾ ഡെയിലി ട്രേഡിങ്ങിന് ഇൻട്രാഡേ ട്രേഡിങ്ങിനുള്ള ഷോർട്ട് സെല് ചെയ്യാനുള്ള ഷെയർസിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്. ആ ഡീറ്റെയിൽസിൽ ഞാൻ ചില ഷെയറുകൾ ചില സമയത്ത് പ്രത്യേകിച്ച് പറയാറുണ്ട്. ഇന്ന ഷെയർ ഇന്ന റേഞ്ച് വന്നാൽ ചാൻസ് കൂടുതലാണെന്നുള്ളത്. അപ്പോൾ ആ ഷെയർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 പ്ലേലിസ്റ്റുകളാണുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പോൾ ഷോർട്ട് ടൈം ചെയ്തവരാണെങ്കിൽ അത് നോക്കുക. പിന്നെ ഞാൻ ചെയ്യുന്ന രീതി പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഞാൻ പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കുക. അതല്ല എങ്കിൽ ഡെയിലി ട്രേഡിങ് എന്ന രീതിയിൽ നോക്കുക. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ വാട്സപ്പിലൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇന്നത്തെ തൊട്ടുള്ള വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോയിൽ ആ ലിങ്കിൽ കയറിയിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി കൊടുക്കേണ്ട അപ്ഡേറ്റ്സ് കിട്ടും. വേറെ ഡിസ്റ്റർബൻസ് ഒന്നും അതിൽ വരില്ല. അപ്പോൾ നമുക്കിനി തിങ്കളാഴ്ച ഇന്ന് മാർക്കറ്റ് 2 അവറോളം നമുക്ക് ട്രേഡിംഗ് ഉണ്ടായിരുന്നു. അതിനെല്ലാം ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഷെയർസിനും മാക്സിമം 5% ലിമിറ്റ് അപ്പും ഡൗണിലും വെച്ചിരുന്നു. അപ്പോൾ ഒരു ഹെവി മൂവ്മെൻറ്റ് നടക്കാൻ ചാൻസ് ഇല്ല. എന്നാലും കുറേ ഷെയറുകൾ വന്നിട്ട് 5% അപ്പർ സർക്യൂട്ടിൽ പിന്നെ ഇതായിട്ട് ലോക്കായിട്ടുണ്ട്. അതിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വോളിയം വന്ന ഷെയറിനകത്ത് കുറച്ച് ഷെയറുകൾ നമ്മൾ തിങ്കളാഴ്ചത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷെയറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഷെയറുകളാണ്. ഇത്രയും ഷെയറുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ ചെറിയ മൂവ്മെൻറ്റ് വരെ വന്ന ഷെയറുണ്ട്. അതിനകത്ത് വീക്ക്നെസ് കാണിക്കുന്നുണ്ടാണ് ഷെയർ എടുത്തിട്ടുള്ളത്. ഇതിൽ ഈ 3 ഷെയർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 3 ഷെയറും ഈ ആവറേജ് വന്നിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം.
ഈ ജൂണിപ്പർ എന്ന് പറയുന്ന ഷെയർ ഇപ്പോൾ ഒരാഴ്ചയായേ ഉള്ളൂ ലിസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈ കണ്ടില്ലേ, ഈ ഹൈ അഥവാ വീണ്ടും ഒരു 500 മുകളിലേക്ക് പോയിട്ട് ഈ 2 റേഞ്ചും താഴോട്ടിറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ 5% ഇന്നത്തേന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ലോക്ക് ഇത് വെച്ചിരുന്ന തിങ്കളാഴ്ച തൊട്ട് നമുക്ക് 10ഉം 20% ഒക്കെ ആയിരിക്കും ഓരോ ഷെയറും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നമുക്ക് നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഒരു ഷെയറാണ് റിക്കോട്ടോ. 3-4 ദിവസമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഷെയറാണ്. അപ്പോൾ നമുക്ക് ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, ഈ ലെവലുകളെല്ലാം അടുത്തടുത്താണ്. അതിന് കാരണം ഇന്ന് 5% മൂവ്മെൻറ്റേ ഉള്ളായിരുന്നു. അധികം മൂവ്മെൻറ്റ് അതിനകത്ത് വന്നിട്ടുമില്ല. അതുകൊണ്ടാണ് 5% മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് ഹൈ ഓപ്പണായി ഹൈയിൽ തന്നെ ക്ലോസ് ആകുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ ഗ്യാപ്പിൽ ഈ ഷെയറുകളുടെ എല്ലാം R1 R2 റെസിസ്റ്റൻസ് ലെവലുകളും സപ്പോർട്ട് ലെവലുകളും ഒക്കെ കിടക്കുന്നത്. നമുക്ക് പക്ഷേങ്കിൽ ഈ റിക്കോട്ടയ്ക്കകത്ത് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ഈ 2 റേഞ്ച്, ഈ 2-3 റേഞ്ചിനുള്ളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ, ഇപ്പം ഇതിപ്പോൾ അടുത്തടുത്തുള്ളതായതുകൊണ്ട് നമ്മൾ ഈ ലെവൽ വരുമ്പോൾ നോക്കണ്ട. നമ്മൾ നോക്കേണ്ടത് ഈ 130 താഴെ ഈ ഷെയർ പോയെങ്കിൽ ആ സമയത്ത് ഒരു ഹൈ വെച്ചിട്ട് നമ്മൾ ചാൻസ് എടുക്കും. അതല്ലെങ്കിൽ ഈ 136 പോയതിന് ശേഷം 136 ഇറങ്ങുവാണെങ്കിൽ എൻട്രി എടുക്കുക. എന്ന് പറഞ്ഞാൽ 6 രൂപയുടെ ഗ്യാപ്പേ ഉള്ളൂ ഇതിനകത്ത്. അതുപോലെ ഈ അരബിന്ദോ ഫാർമയും ഈ R2 ലെവലിൽ എങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. R2 ലെവലിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഈ എയ്സ് എന്ന് പറയുന്ന ഷെയർ, ആക്ഷൻ കൺസ്ട്രക്ഷൻ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ആ ഷെയർ ഈ R1 ലെവലിൽ വന്നിട്ട് ഓപ്പണിങ്ങിൽ R1 ലെവലിന് മുകളിൽ പോയിട്ട് അല്ലെങ്കിൽ R2 ലെവൽ വരാനും ചാൻസ് കൂടുതലാണ്. കാരണം ഇത്രയും വലിയ ഷെയർ അല്ല. അപ്പോൾ അതിനകത്തൊരു 2-3% മൂവ്മെൻറ്റ് കിട്ടിയാലേ നല്ല ഈ റേഞ്ചിലും വരാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ R1 ലെവൽ എന്ന് പറയുന്നത് ഈ ഷെയറിൻ്റെ അടുത്ത ദിവസത്തെ 5% അടുത്താണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ R1 ആ റേഞ്ച് ഇല്ലെങ്കിൽ R2 നോക്കുക. 3 ആണെങ്കിലും 3-4 ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഓപ്പണിങ്ങിൽ തന്നെ ഒരു 5% മുകളിലൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നല്ലൊരു ഡൗൺ ട്രെൻഡ് നമുക്ക് ചാൻസ് കൂടുതലാണ്, താഴോട്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഷെയറുകളൊന്ന് അരവിന്ദോ ഫാർമ, റിക്കോട്ടോ, ആക്ഷൻ കൺസ്ട്രക്ഷൻ. പിന്നീട് നമുക്ക് ഈ ജെനിസിസ് നോക്കാം. പക്ഷേങ്കിൽ വോളിയം മോർണിംഗിലൊന്നും ചിലപ്പോഴേ കിട്ടത്തില്ല. എന്തായാലും ഈ സോണാകോം എന്ന് പറയുന്ന ഷെയറും ശ്രദ്ധിക്കാം. സോണാകോം വന്നിട്ട് ഒന്നുകിൽ ഈ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുക, അതല്ലെങ്കിൽ ഈ R1 R2 റേഞ്ചിൽ നിന്ന് ഏതെങ്കിലും റേഞ്ചിൽ പോയിട്ട് ഏത് ലെവലാണോ ഫസ്റ്റ് താഴോട്ട് വരുന്നത് അല്ലെങ്കിൽ ചാൻസ് കിട്ടിയാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് ഉള്ള ഷെയറാണ് ഈ സോണാകോം എന്ന് പറയുന്ന ഷെയർ. പിന്നെ ചില ഷെയറുകൾ നമുക്ക് ഈ പ്രീവിയസ് ഡേ ഹൈ പോലും വരാതെ ഇറങ്ങിപ്പോകും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ചാൻസ് എന്ന് പറയുന്നത് ഈ ആവറേജ് ട്രേഡ് പ്രൈസ്, ഇന്നത്തെ ദിവസം നടന്ന ആവറേജ് ട്രേഡ് പ്രൈസാണിത്. അപ്പോൾ ഈ ലെവലുകളിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. ഈ ലെവൽ വരാതെ ഈ ലെവലിൻ്റെ അടുത്ത് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ എടുക്കാം. പ്രീവിയസ് ഡേ ഹൈ ഒക്കെ വന്നു, R1 ഒക്കെ വന്നിട്ട് ഈ ലെവൽ വരുവാണെങ്കിൽ എടുക്കരുത്. ഇതിനകത്ത് ഈ മാർക്ക് ചെയ്തതിനകത്ത് മാത്രമേ അങ്ങനത്തെ ചാൻസ് എടുക്കുക. ബാക്കിയുള്ളതിനകത്തൊന്നും അങ്ങനെ എടുക്കരുത്. R1 R2 ഒക്കെ പോയിട്ട് തിരിച്ച് ഈ ലെവൽ വരുമ്പോൾ ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് താഴെ പോയി എൻട്രി എടുക്കരുത്. കാരണം തിരിച്ച് അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് കയറാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 4-5 ഷെയറുകൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഷോർട്ട് ടൈം കോൾ കൊടുത്ത 3 കോൾ കൊടുത്തതിൽ ഓൾമോസ്റ്റ് 3ഉം ഏകദേശം 2 9% അടുത്ത് കൊടുത്തു, 1 5% കൊടുത്തു. പിന്നെ നമ്മൾ കൊടുത്തതിനെക്കാട്ടി കുറച്ച് മുകളിൽ നിൽക്കും, അത്രയേ ഉള്ളൂ. ഇനിയും നല്ല ഷോർട്ട് ടൈം കോൾ കിട്ടുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കുക. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വാട്സപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ഈ ലിങ്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നത് കാണാൻ പറ്റും. വീഡിയോസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ തിങ്കളാഴ്ച എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.